സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ ജനപ്രതിനിധിയായ നെടുമങ്ങാടിന് ഇത് വികസനത്തിൻ്റെ പുതുയുഗപ്പിറവിയുടെ കാലം. ജനകീയവും പ്രാദേശികവുമായ വികസന മാതൃകകളാൽ സമ്പന്നമാണ് നെടുമങ്ങാട്. നവകേരള നവമുന്നേറ്റത്തിൽ ഇനി നെടുമങ്ങാടിൻ്റെ വികസന വിശേഷങ്ങൾ. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ ജനപ്രതിനിധിയായ നെടുമങ്ങാടിന് ഇത് വികസനത്തിന്റെ പുതിയ യുഗപ്പിറവിയുടെ കാലം. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൗൺസിലർ എന്ന പദവിയിൽ തുടങ്ങിയ ജനപക്ഷ ജനകീയ വികസന കാഴ്ചപ്പാടിന്റെ തുടർച്ചയാണ് നെടുമങ്ങാടിന്റെ ജനകീയ നായകൻ എന്ന നിലയിൽ ശ്രീ ജി.ആർ. അനിലിന്റെ നേതൃത്വത്തിൽ സ്വയം മണ്ഡലത്തിലും നടപ്പിലാക്കുന്നത്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ പങ്കാണ് കിബി വഴിയുള്ള ഫണ്ടിലൂടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 30 വർഷത്തെ വിവിധ ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിൽ നടന്ന വിവിധ പദ്ധതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി പദ്ധതികൾ കഴിഞ്ഞ 9 വർഷത്തെ കിബി ഫണ്ടിലൂടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സംസ്ഥാനത്ത് ആശുപത്രികളാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സ്കൂളുകളാണെങ്കിലും അതുപോലെ റോഡുകളുടെ നിർമ്മാണത്തിലാണെങ്കിലും വലിയ കുതിച്ചുചാട്ടമാണ് കിബി ഫണ്ടിൻ്റെ ഉപയോഗത്തിലൂടെ നമുക്ക് സാധിക്കാൻ കഴിഞ്ഞത്. തെക്ക് തമിഴ്നാടും കിഴക്ക് കാട്ടാക്കടയും വടക്ക് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയും അതിരു പങ്കിടുന്ന മണ്ഡലമാണ് നെടുമങ്ങാട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നെടുമങ്ങാടാണ് മണ്ഡലത്തിന്റെ ആസ്ഥാനം. പരമ്പരാഗത കർഷകരും കാർഷിക രീതികളുമാലും സമ്പന്നമായ പ്രദേശമാണ് നെടുമങ്ങാട്. അതോടൊപ്പം തന്നെ ജൈവ വൈവിധ്യത്തിന്റെയും ഈറ്റിലമായ ഒരു പ്രദേശം. ഇപ്പോൾ നാണയശേഖര മ്യൂസിയമായി പ്രവർത്തിക്കുന്ന കോയിക്കൽ കൊട്ടാരവും നെടുമങ്ങാടിന്റെ പാരമ്പര്യ പൈതൃകത്തിന്റെ അടയാളമായി തലയെടുപ്പോടെ നിലകൊള്ളുന്നു. യൂറോപ്യൻ യൂണിയന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന കാർഷികോൽപ്പന്ന ഉപകരണ വിൽപ്പന ചന്തയും പാലോട് ബൊട്ടാനിക്കൽ ഗാർഡനും മണ്ഡലത്തിന്റെ തിളക്കമാണ്. അടിസ്ഥാന വികസനത്തിലും വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിലും കാർഷിക സംസ്കാരം ശക്തമാക്കുന്ന ജനകീയവും പ്രാദേശികവുമായ വികസന മാതൃകകളാൽ സമ്പന്നമായ പ്രവർത്തനമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. നെടുമങ്ങാട് മണ്ഡലത്തിൽ 1500 കോടിയിലധികം രൂപയുടെ കിബി ഫണ്ട് പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെടുമങ്ങാട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിൽ ആശുപത്രിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ് കിബി ഫണ്ടിലൂടെ ചെലവഴിക്കാൻ പോകുന്നത്. കിഴക്കൻ മലയോര മേഖലയുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്ന വഴയില പഴകുറ്റി 4 വരിപ്പാതയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വഴയില മുതൽ കെൽട്രോൺ ജംഗ്ഷൻ വരെ നീളുന്ന ആദ്യ റീച്ചിലായിരുന്നു പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ. കരകുളം ജംഗ്ഷൻ വരെയുള്ള മേൽപ്പാലം വരെ 93.64 കോടി രൂപ വകയിരുത്തി. 4 വരിപ്പാതയുടെ ആകെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് 928.87 കോടി രൂപയുടെ ചെലവോടെയാണ്. നെടുമങ്ങാട് നിന്നും മംഗലപുരത്തേക്ക് പോകുന്ന റോഡ് ഏകദേശം 300 കോടിയോളം രൂപയുടെ പദ്ധതിയാണ്. നെടുമങ്ങാട് നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴയില പഴകുറ്റി റോഡ് അത് പൂർത്തിയാകുമ്പോൾ 1000 കോടിയോളം രൂപ അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരികയാണ്. വഴയില മുതൽ കെൽട്രോൺ ജംഗ്ഷൻ വരെയും നെടുമങ്ങാട് പഴകുറ്റി ടൗണിൽ നിന്ന് 11-ാം കല്ല് വരെയുമുള്ള റോഡ് ഉൾപ്പെടുത്തിയാണ് 4 വരിപ്പാത പൂർത്തിയാക്കുന്നത്. മീഡിയൻ, ഇരുവശങ്ങളിലും യൂട്ടിലിറ്റി സ്റ്റോപ്പ് എന്നിവയുള്ള സൗകര്യത്തോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. പഴകുറ്റി മംഗലപുരം റോഡിന് 200 കോടി രൂപ, അരുവിക്കര വെള്ളനാട് റോഡിന് 41.6 കോടി രൂപ എന്നിങ്ങനെയുള്ള പദ്ധതികളുടെ പ്രവർത്തനം പുരോഗമിക്കുന്നു. നെടുമങ്ങാട് മാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതുപോലെ 27 കോടിയുടെ പദ്ധതിയാണ്. നെടുമങ്ങാട് മണ്ഡലത്തിലെ വിവിധ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ എല്ലാ സ്കൂൾ കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിൽ കിബി ഫണ്ടിൻ്റെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപ അനുവദിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി.
ഗവൺമെന്റ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 7.62 കോടി രൂപ അനുവദിച്ചു. കന്യാകുളങ്ങര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടിയും കന്യാകുളങ്ങര സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മാണത്തിന് 1.33 കോടിയും അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കി. നെടുമങ്ങാട് നഗരസഭയിൽ ആധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന അറവുശാലകൾക്ക് 2.39 കോടിയും മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളുടെ നവീകരണത്തിനായി 3 കോടിയും ഇതിനോടകം ചെലവഴിച്ചു. ഇങ്ങനെ നെടുമങ്ങാട് താലൂക്കിൻ്റെ ഹൃദയഭാഗം വരുന്ന ഇത്തരം വിവിധ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള വലിയ പരിശ്രമത്തിൽ കിബി വഹിച്ച പങ്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ വികസന കുതിപ്പിന്
സഹായകരമായി വന്ന കിബിയുടെ പ്രവർത്തനങ്ങളെ എല്ലാ തരത്തിലും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സമഗ്ര വികസനത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങുകയാണ് നെടുമങ്ങാട് മണ്ഡലം. വികസനത്തിൻ്റെ കൈപിടിച്ച് നടന്ന് പുതിയ വികായസുകൾ തൊട്ടറിയുകയാണ് ഈ നാട്. സമാനതകളില്ലാത്ത വികസന കുതിപ്പിന് സാക്ഷിയായി തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം. OS അംബിക MLAയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം കാലാനുസൃതമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. നവകേരളം നവമിനിറ്റും ആ കാഴ്ചകൾ പങ്കുവയ്ക്കും. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന നിയമസഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ വലിയ നഗരം കൂടിയാണ് ആറ്റിങ്ങൽ. തിരുവനന്തപുരം ജില്ലയെ കൊല്ലം ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയും ഈ നഗരമാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ ആദ്യ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതും ആറ്റിങ്ങലിന്റെ മണ്ണിലാണ്. ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന OS അംബിക MLAയുടെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത വികസന കുതിപ്പാണ് നടക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിച്ചു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എന്ന അഭിമാനത്തോടുകൂടി നിൽക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. ആറ്റിങ്ങൽ ഇതോടൊപ്പം തന്നെ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി നമുക്ക് പറയുവാനുള്ളത്, ഈ മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കുമാണ് മുൻതൂക്കം കൊടുക്കുവാൻ ഒരു സ്ഥാനാർത്ഥിയായി നിയമസഭയിൽ വന്നപ്പോൾ നാട്ടുകാരും പത്രക്കാരും പത്രസമ്മേളനം നടത്തി ചോദിച്ചു എന്ത് നടപ്പിലാക്കാനാണ് എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തേക്കാണ് മുൻതൂക്കം കൊടുക്കാമെന്നുള്ളത് ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് LDFിൻ്റെ പ്രകടന പത്രിക. ആ വികസന പ്രകടന പത്രിക അനുസരിച്ച് ഏകദേശം 3/4 ഭാഗത്തോളം വികസന പ്രവർത്തനം പ്രകടന പത്രികയിൽ പറഞ്ഞ വികസന പ്രവർത്തനം നടപ്പിലാക്കുവാൻ ഈ 4 വർഷത്തെ കാലാവധിക്കുള്ളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. പൊതുജനാരോഗ്യ മേഖലയിൽ ആറ്റിങ്ങൽ മണ്ഡലം അഭൂതപൂർവമായ വികസനത്തിന്റെ പാതയിലായിരുന്നുവെന്ന് OS അംബിക MLA പറയുന്നു. ആറ്റിങ്ങൽ വലിയകുന്ന് ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ പുതിയതായി മെറ്റേണിറ്റി വാർഡിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്. OP ബ്ലോക്കിൻ്റെ പണി നമ്മൾ ഏകദേശം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ നാട്ടിൽ അധികം ആളുകൾക്കും കിഡ്നി രോഗങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഗവൺമെൻറ് ആരോഗ്യ രേഖയിലേക്ക് വലിയ കാതലായൊരു മാറ്റം, അതായത് പുതിയ തലമുറയ്ക്ക് രോഗം വരാതിരിക്കുവാനും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്തനാർബുദവും ഗർഭാശയ മുഴയും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു ഫസ്റ്റ് സ്റ്റേജിലൊരു കണ്ടുപിടിച്ചുകൊണ്ട് രോഗം ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തി വരുന്ന കാലഘട്ടത്തിൽ എല്ലാ CHSകളിലും ഈ സ്ക്രീനിങ് ടെസ്റ്റ് നമ്മൾ നടന്ന് മുന്നോട്ട് പോവുകയാണ്. കുട്ടികൾക്കും ആ രീതിയിൽ കിഡ്നി രോഗം നമുക്ക് കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അതുമായി നോക്കുമ്പോൾ നമ്മുടെ ആശുപത്രികൾ ആ രീതിയിലുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ അത്തരത്തിലുള്ള വികസനം നടന്നു വരികയാണ്. 3 CHSകളാണ് നമ്മുടെ മണ്ഡലത്തിലുള്ളത്. അതിലൊന്ന് കേശവപുരം ആശുപത്രിയാണ്. നമുക്ക് വലിയൊരു ആശുപത്രിയാണ്. പഴയ കാലത്ത് ഗർഭിണികൾ പ്രസവവും ഒക്കെ നടന്നൊരു ആശുപത്രിയാണ്. ഇന്ന് ആ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ആശുപത്രി ഇല്ലാതാവുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്ററും കൂടെ അവിടെ 2.5 ഏക്കർ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ സംയുക്തമായ ഒരു മീറ്റിംഗ് വിളിക്കുകയും ആശുപത്രി ഇല്ലാതാകുന്നൊരു സ്റ്റേജ് വരികയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ പുതിയ ആശുപത്രി കെട്ടുന്ന വസ്തു വാങ്ങുന്നതിന് വേണ്ടി 2,11,00,000 രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിച്ചു. 5 കോടി രൂപ എൻ്റെ ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ DPR തയ്യാറാക്കി നമ്മൾ നടപ്പിലാക്കി മുന്നോട്ട്. സംസ്ഥാനത്ത് ഏറ്റവുമധികം സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ. പാളയംകുന്ന്, ഞെക്കാട്, നാവായിക്കുളം, കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ
സർക്കാർ സഹായം ഉപയോഗിച്ച് അത്യാധുനിക സൗകര്യങ്ങളാണ് ഇതിനോടകം സജ്ജമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് നമ്മുടെ സ്കൂളുകൾ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സ്കൂളുകളുള്ളൊരു മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നു ഒരു 50 കോടി രൂപയുടെ വികസന പ്രവർത്തനം സ്കൂളിൽ നടത്തുവാൻ സാധിച്ചു. അതിന് പുറമേ നമുക്ക് എല്ലാ സ്കൂളും നമ്മൾ അന്ന് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി നമുക്ക് എല്ലാ സ്കൂളുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കണമെന്ന് ഗവൺമെൻറ്റിന് കുട്ടികളെ ആ രീതിയിൽ മാറ്റം വരുത്തണമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ എല്ലാ സ്കൂളുകൾക്കും അതുപോലെ ഹൈസ്കൂൾ ഉൾപ്പെടെ ഉദാഹരണം നമ്മുടെ പെൺപള്ളിക്കൂടം ആറ്റിങ്ങൽ 5 കോടി രൂപയാണ്. അവിടെ ഒരു വാഹനം 25 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് നമുക്ക് ആ കുട്ടികളെ നമുക്ക് അവിടെ എത്തിക്കുവാൻ സാധിച്ചു. എല്ലാ സ്കൂളുകൾക്കും നമ്മൾ HSM ഹയർ സെക്കൻഡറിയുമാണ് അന്ന് അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുവാൻ ഗവൺമെൻറ് ആഗ്രഹിക്കും. പക്ഷേ ഇന്ന് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ മണ്ഡലത്തിലെ എല്ലാ പ്രീ പ്രൈമറി സ്കൂളുകൾക്കും അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള 10 ലക്ഷം രൂപ ഭരണകൂടം വരുന്ന പദ്ധതിക്ക് ഈ വർഷം കൂടെ ആകുമ്പോൾ മണ്ഡലത്തിലെ എല്ലാ പ്രീ പ്രൈമറി സ്കൂളുകൾക്കുമായി എന്നൊരു അഭിമാനത്തിൽ നിൽക്കുന്നൊരു നിമിഷമാണ്. പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികൾക്ക് മുന്നേറാനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരുക്കാനായതിന്റെ സന്തോഷവും MLA പങ്കുവച്ചു. കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം നമുക്കെടുക്കാം. നമ്മുടെ കുറച്ച് IHRD കോളേജും ആറ്റിങ്ങൽ കോളേജും ആറ്റിങ്ങൽ പോളിയും ആറ്റിങ്ങൽ ITയുമാണ് നമ്മുടെ മണ്ഡലത്തിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ. IHRD കോളേജിൽ ഇപ്പോൾ 3 കോടി രൂപ ഗവൺമെൻറ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പണി അത് നേരത്തെ ഒരു വർക്ക് നമ്മൾ ഗവൺമെൻറ് ചെയ്തപ്പോൾ അതിൽ BSNL ആണ് ചെയ്തത്. ഇപ്പോൾ പക്ഷേ അതിൻ്റെ സ്റ്റെബിലിറ്റി കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ള തീരുമാനം തന്നിട്ടുണ്ട്. അതിൻ്റെ പണി ആരംഭിക്കുകയാണ്. ആറ്റിങ്ങൽ പോളിയിൽ 8 കോടി രൂപയ്ക്ക് പുതിയൊരു മന്ദിരം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റിങ്ങൽ ITCയിൽ നമുക്കിപ്പോൾ ITയിൽ നമുക്ക് 10 ലക്ഷം രൂപ ചിലവാക്കി പുതിയൊരു കെട്ടിടം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് ചെയ്യണം. ആറ്റിങ്ങൽ പോളിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള സിലബസുകൾ കൊടുത്തുകൊണ്ട് ആറ്റിങ്ങൽ പോളി കുട്ടികൾ ഓട്ടോറിക്ഷയും
അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങൾ സ്വന്തമായി ചെയ്യുന്ന ഒരു തൊഴിൽ അടിസ്ഥാന വിദ്യാഭ്യാസം നമുക്ക് തുടങ്ങുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ആറ്റിങ്ങൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു പുതിയൊരു കെട്ടിടം നമുക്ക് വയ്ക്കാൻ സാധിച്ചു. 75 കുട്ടികൾക്ക് ഒരേ സമയം റിസർച്ച് ചെയ്യുവാൻ 5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയൊരു ഹാൾ അവർക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. റൂസ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓഡിറ്റോറിയം 34 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് നമുക്ക് ചിലവഴിക്കുവാൻ സാധാരണ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്കൂൾ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഭാഗമായി സ്കൂളുകളും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മണ്ഡലത്തിൽ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം ആ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചു എന്നുള്ള നിൽക്കുകയാണ്. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 5ഓളം പാലങ്ങളുടെ പണിയും പൂർത്തീകരിക്കാനായെന്ന് MLA പറയുന്നു. നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാലങ്ങൾ 7ഓളം പാലങ്ങൾ നമുക്കുണ്ട്. 5ഓളം പാലങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ഒരു വെള്ളിയാഴ്ചക്കാവ് പാലം മാത്രമാണ് AS നിൽക്കുന്നു. അതോടെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പൊളിക്കാൻ പറ്റില്ല ചെയ്യുകയാണ്. അതിനേക്കാൾ വലിയ വക്കം കായ്ക്കര കടവ് പാലം വളരെ എല്ലാം കൂടെ സ്വപ്നമായത്, അതായത് 2 പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ടെൻഡറിൽ 4 വർഷമായി അതിൻ്റെ പുറകെ നിന്ന് എല്ലാ കാര്യങ്ങളും, അതാണ് വസ്തു എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളായിരുന്നു. 21 കോടി രൂപ പാലത്തിനും 1,39 ലക്ഷം രൂപ വസ്തു ഉടമകൾക്കും കൊടുക്കാൻ ടെൻഡർ ഇട്ടിട്ടുണ്ട്. 19-ാം തീയതി ടെൻഡർ ഓപ്പണിംഗ്. അപ്പോൾ അതിലും വളരെ സന്തോഷം നിൽക്കുകയാണ്. ആറ്റിങ്ങൽ കിളിമാനൂർ KSRTC ബസ് സ്റ്റാൻഡുകളുടെ ആധുനിക നിലവാരത്തിലുള്ള നവീകരണവും ഉടൻ പൂർത്തിയാകും. KSRTC എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ആർച്ച് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അതായത് ഫിനാൻസ് മിനിസ്റ്റർ തന്നെ ഇപ്പോഴത്തെ വന്ന ഗണേഷ് മിനിസ്റ്റർ കൂടെ പറഞ്ഞു, ഞാനത് നിരവധി തവണ കഴിഞ്ഞതിൻ്റെ അങ്ങേ ബഡ്ജറ്റിൽ ഈ പ്രപ്പോസലിവിടെ വന്നതാണ്. അപ്പോൾ അത് പ്രതിസന്ധിയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വലിയ രീതിയിൽ പുതിയ കെട്ടിടത്തിൻ്റെ അതിൻ്റെ DPR ആയിട്ടുണ്ട്. DPR കൊണ്ട് കൊടുത്താൽ എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ പണി നമുക്കും ആരംഭിക്കുവാൻ സാധിക്കും. ആ രീതിയിൽ ആ രീതിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കിളിമാനൂർ KSRTC നിങ്ങൾക്കറിയാം, അവിടെ ആളുകൾക്ക് വണ്ടി അകത്ത് കയറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. 1 കോടി രൂപ കൊടുത്തുകൊണ്ട് അതിൻ്റെ ആധുനിക രീതിയിൽ എല്ലാം തറയും ആർച്ചും ജനങ്ങൾക്ക് അവിടെ നിന്നാൽ അവിടെ ബോർഡ് നോക്കാൻ വരുമ്പോൾ നനയുന്നുണ്ട്. അത് രീതിയിൽ റൂഫ് കൂടെ വാർത്ത് ആധുനിക രീതിയിൽ സജ്ജീകരിച്ചു പോകുന്നു. നാടിന്റെ പ്രധാന പ്രശ്നങ്ങളിലൊന്നായിരുന്ന കുടിവെള്ളത്തിന്റെ ദൗർലഭ്യത്തിനും പരിഹാരമായി. മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യം ഫലപ്രാപ്തിയിലേക്ക് അടുത്തെന്നും MLA പറയുന്നു. നമുക്കറിയാം 2026-25 ഗവൺമെൻറ് പ്രഖ്യാപനമാണ് കൊടുക്കാൻ എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യമുണ്ട്. ജലജീവനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി അമൃത് പദ്ധതി 10 കോടി രൂപയ്ക്ക് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മറ്റ് ആറ്റിങ്ങൽ പോയിട്ട് നമുക്ക് 180 കരവാരവും പുളിമാത്തും പഴയ കുന്നുമ്പുകൾ ചേർന്നുകൊണ്ട് നമുക്ക് 187 കോടിയുടെ ഒരു കുടിവെള്ള പദ്ധതിക്ക് നമ്മൾ ആരംഭിച്ച് ഏകദേശം അതിൻ്റെ പണി തീരാറായി. അതിൻ്റെ വലിയ ടാങ്ക് എന്ന് പറഞ്ഞാൽ നഗരൂരിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ പഞ്ചായത്തിനും അവരുടെ ജനസംഖ്യയ്ക്കനുസരിച്ചുള്ള ടാങ്കുകൾ കെട്ടി എത്ര കുടിവെള്ളം അവർക്ക് വേണം ഒരു ദിവസം അല്ലെങ്കിൽ ആ രീതിയിൽ ടാങ്കുകൾ ഓരോ പഞ്ചായത്ത് സ്വന്തമായി ടാങ്കുണ്ട്. ആ ടാങ്കിൽ വെള്ളം സംഭരിച്ച് ആളുകൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ അതിൻ്റെ പണി ഏകദേശം 2 കമ്പനികൾ എടുത്തിട്ടുള്ളത് കൃത്യം ചെയ്യുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം അടക്കം ഒരു നാടിന് വേണ്ടതെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം നവകേരള നിർമ്മിതിക്ക് പിന്തുണ നൽകുന്നത്.